ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി മറ്റു വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, ഒരു ആഘോഷം തന്നെ. BJP 27 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുന്നത് വലിയ ആഘോഷമായി അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറി. ഇപ്പോൾ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുമെന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുന്ന പദ്ധതി മാർച്ച് ആദ്യം തന്നെ തുടങ്ങും. യമുന നദി ശുദ്ധീകരണം തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ രാവിലെ മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ചടങ്ങുകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? വിജയകുമാർ, BJP 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ അധികാരം പിടിക്കുന്നത് ഒരു വലിയ ചടങ്ങായി തന്നെ മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയതൊന്നും തന്നെ ചടങ്ങ് ഗംഭീരമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾക്ക് തടസ്സമായില്ല. കഴിഞ്ഞ 4 ദിവസമായി രാംലീല മൈതാൻ ഈ ചടങ്ങിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് BJP പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ ജനപങ്കാളിത്തത്തോടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. 30,000-ഓളം പേർ കാഴ്ചക്കാരായി ഈ ചടങ്ങിന് എത്തിയിരുന്നു. ഡൽഹിയിൽ നിന്ന് മാത്രമല്ല, സമീപ സംസ്ഥാനത്ത് നിന്ന് പോലും BJP പ്രവർത്തകർ ചടങ്ങ് വീക്ഷിക്കാൻ എത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ്. 12:26 ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതിന് നിമിഷങ്ങൾക്കകം തന്നെ ചടങ്ങ് ആരംഭിക്കുകയായിരുന്നു. അതിനു മുൻപായി തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മന്ത്രിസഭയിലെ മറ്റ് മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ എത്തി. കൂടാതെ BJP ഭരിക്കുന്ന NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിനെത്തിയ പ്രധാനമന്ത്രി സഖ്യകക്ഷികളുടെ NDA സഖ്യകക്ഷി മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ എന്നിവരോട് പ്രത്യേകം കുശലം പറഞ്ഞു എന്നുള്ളതും ഈ വേദിയിൽ ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം തന്നെ ഈ ചടങ്ങിൽ മറ്റ് 6 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി. ഉപമുഖ്യമന്ത്രിയായ പർവേഷ് വർമ്മയടക്കമുള്ള മറ്റ് 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. അധികാരത്തിൽ എത്തിയ ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചു തുടങ്ങും എന്നാണ് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് ചടങ്ങിനായി വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പായി തന്നെ രേഖാ ഗുപ്ത സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച 2,500 രൂപ മാസം തോറും നൽകുന്ന പദ്ധതി അത് മാർച്ച് 8 വനിതാ ദിനത്തിന് മുമ്പായി തന്നെ അക്കൗണ്ടുകളിൽ നൽകി തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യമുന ശുദ്ധീകരണമാണ് BJPയുടെ മറ്റൊരു പ്രധാന അജണ്ട. അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ തീരുമാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്ന സൂചനയാണ് BJP ഉന്നത നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇന്ന് ചേരുന്ന യോഗത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. വിജയകുമാർ.